നമസ്കാരം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറകളുമായി ബന്ധപ്പെട്ട കഥകളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. അടുത്ത കാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകളും അളവറ്റ സമ്പത്തും സുപ്രീം കോടതിയുടെ ഇടപെടൽ കൊണ്ട് ജനശ്രദ്ധ ആകർഷിക്കുകയുണ്ട്. ക്ഷേത്രത്തിലെ സ്വത്തുവകകൾ അന്യാധീനമാകാതിരിക്കാൻ എണ്ണിത്തിട്ടപ്പെടുത്തി കണക്കുകൾ സൂക്ഷിക്കാൻ നിർദ്ദേശിക്കണമെന്ന് സുപ്രീം കോടതിയിൽ 2011 കൊടുത്ത അപേക്ഷ അനുസരിച്ച് സുപ്രീം കോടതി 7 പേർ അടങ്ങിയ ഒരു കമ്മിറ്റിയെ ഇതിനുവേണ്ടി നിയോഗിച്ചു. ഈ കമ്മിറ്റി പരിശോധന തുടങ്ങിയപ്പോൾ 6 രഹസ്യ നിലവറകൾ കണ്ടെത്തുകയുണ്ടായി. ഇവയെ A, B, C, D, E, F എന്ന് നാമകരണം ചെയ്തു. ദിവസങ്ങൾ തുടർന്ന കഠിനാധ്വാനം കൊണ്ട് ഈ നിലവറകളിൽ ആദ്യത്തെ 5 എണ്ണം തുറക്കുകയും അവയിൽ സൂക്ഷിച്ചിരുന്ന അളവറ്റ സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങളും വജ്രങ്ങളും സുവർണ കിരീടങ്ങളും മറ്റും കാണുകയുണ്ടായി. കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള സ്വർണ്ണ നാണയങ്ങൾ, രത്നങ്ങൾ, വജ്രങ്ങൾ എന്നിവയുടെ മൂല്യം ശരിയായി കണക്കാക്കാൻ പോലും അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായി. ഏകദേശം 1,20,000 കോടി രൂപയുടെ മൂല്യമുള്ളവ കണ്ടെത്തിയെന്നാണ് കണക്കുകൂട്ടുന്നത്. എന്നാൽ ബി നിലവറ ഇതുവരെയും തുറന്നിട്ടില്ല. ഈ നിലവറയിൽ എന്താണുള്ളതെന്ന് ഇന്നും ആർക്കും അറിയില്ല. ഈ നിലവറയ്ക്ക് ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ചില നിഗൂഢതകൾ നിലനിൽക്കുന്നുവെന്നും ഈ നിലവറ തുറക്കുന്നവർക്കും മറ്റുള്ളവർക്കും കണക്കറ്റ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്ര ചൈതന്യവുമായി ബന്ധപ്പെട്ട ചില കഥകൾ ഇതേ ചുറ്റിപ്പറ്റിയുണ്ടെന്ന് പറയപ്പെടുന്നു. രാജകുടുംബാംഗങ്ങളും ജ്യോത്സ്യന്മാരും മറ്റും ഈ നിലവറ തുറക്കുന്നത് വിനാശകരമാണെന്ന് പറയുന്നു. ക്ഷേത്രവും നിലവറയുമായി ബന്ധപ്പെട്ട കഥകൾ ഇപ്രകാരമാണ്. ദ്വാപര യുഗത്തിൽ തന്നെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ പത്മനാഭ വിഗ്രഹമോ ക്ഷേത്രമോ ഇല്ലായിരുന്നു. തിരുവനന്തപുരം അന്ന് അനന്തൻകാട് എന്ന വനമായിരുന്നു. വനത്തിനുള്ളിലാണ് പത്മതീർത്ഥക്കുളം സ്ഥിതി ചെയ്തിരുന്നത്. പത്മതീർത്ഥത്തിൽ സ്നാനം ചെയ്ത ശേഷം ഭഗവാൻ ബലരാമൻ കുളക്കരയിൽ വെച്ച് ഗോദാനം ചെയ്തു. വളരെ കാലമായി ബലരാമന്റെ ആഗമനം കാത്തിരുന്ന ദേവന്മാരും സിദ്ധന്മാരും മുനികളും അദ്ദേഹത്തെ കാണാനെത്തി. അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ച ഭഗവാൻ അവരോട് വേണ്ട വരം ചോദിക്കാമെന്ന് പറഞ്ഞു. സാമ്രാജ്യമോ സ്വർഗമോ എന്നല്ല, സാക്ഷാൽ വൈകുണ്ഠ ലോകം പോലും വേണ്ടെന്ന് പറഞ്ഞ ആ മഹാഭാഗവതന്മാർ തങ്ങൾക്ക് ഭഗവത് ദർശനം ലഭിച്ച പത്മതീർത്ഥക്കരയിൽ ഭഗവാനെ മാത്രം സ്മരിച്ചും സങ്കീർത്തനം ചെയ്തും കഴിയാനാണ് മോഹമെന്നും പറഞ്ഞു. അങ്ങനെ ആകട്ടെ എന്ന് ബലരാമൻ അനുഗ്രഹിച്ചു. ബലരാമൻ ഗോദാനം ചെയ്ത സ്ഥാനത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗം സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗം മഹാഭാരത കോൺ എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിലെ A നിലവറയും B നിലവറയും സ്ഥിതി ചെയ്യുന്നത് മഹാഭാരത കോണിലാണ്. അവതാര പുരുഷൻ ഗോദാനം ചെയ്ത സ്ഥാനത്ത് ഐശ്വര്യം കളിയാടും എന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ക്ഷേത്ര സമ്പത്തിന്റെ സിംഹഭാഗവും സൂക്ഷിക്കുന്ന A നിലവറ മഹാഭാരത കോണിൽ സ്ഥാപിക്കപ്പെട്ടത്. ബലരാമസ്വാമിയുടെ അനുഗ്രഹം ലഭിച്ച ദേവന്മാരും സിദ്ധന്മാരും മുനികളും B നിലവറയിൽ തപസ്സു ചെയ്യുന്നു എന്നാണ് വിശ്വാസം. പണ്ട് മഹാഭാരത കോണിൽ ക്ഷേത്രം വകയായി മഹാഭാരത പാരായണം നടന്നിരുന്നു. B നിലവറയുടെ അടിയിൽ ശ്രീ പത്മനാഭസ്വാമിയുടെ ചൈതന്യ പുഷ്ടിക്കായി ശ്രീചക്രം സ്ഥാപിച്ചിട്ടുണ്ട്. ആദിശേഷ പാർഷദന്മാരായ നാഗങ്ങൾ ഈ നിലവറയ്ക്കുള്ളിൽ ഉണ്ടത്രേ. കൂടാതെ കാഞ്ഞിരക്കോട്ട് യക്ഷിയമ്മ തെക്കേടത്ത് നരസിംഹസ്വാമിയെ സേവിച്ച് നിലവറയ്ക്കുള്ളിൽ വസിക്കുന്നെന്നും പറയപ്പെടുന്നു. ഈ നിലവറയുടെ സംരക്ഷകൻ ശ്രീ നരസിംഹസ്വാമിയാണ്. നിലവറയുടെ കിഴക്കേ ഭിത്തിയിലുള്ള സർപ്പചിഹ്നം അപായ സൂചനയാണത്രേ. 2011 ഓഗസ്റ്റ് മാസം ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല ദേവപ്രശ്നം ഈ നിലവറ തുറക്കാൻ പാടില്ലെന്ന ഭക്തജനങ്ങളുടെ വിശ്വാസം ശരിവെക്കുകയും ഈ അറ നിരോധിത മേഖലയാണെന്ന് വിധിക്കുകയും ചെയ്തു. ഈ നിലവറ തുറക്കുന്നത് ശ്രീ പത്മനാഭസ്വാമിയുടെ ഉഗ്രകോപം ക്ഷണിച്ചു വരുത്തുമെന്നും ദൈവജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകി. B നിലവറ തുറക്കാൻ പാടില്ലെന്നാണ് വിശ്വാസമെങ്കിലും അതിനു മുന്നിൽ അതിലേക്ക് നയിക്കുന്ന ഒരറയുണ്ട്. ഈ അറയിൽ വെള്ളിക്കട്ടികൾ, വെള്ളിക്കുടങ്ങൾ ഉൾപ്പെടെ പല അമൂല്യ വസ്തുക്കളും സൂക്ഷിച്ചിട്ടുണ്ട്. ഈ അറ 1931 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ കൽപ്പന അനുസരിച്ച് തുറന്നിട്ടുണ്ട്. ഉത്രാടം തിരുനാൾ മഹാരാജാവിന്റെ കാലത്തും ഇത് പല ആവശ്യങ്ങൾക്കായി തുറന്നിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ വേണാടിന്റെ പല ഭാഗങ്ങളും ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ മുകിലൻ നെയ്തശ്ശേരി പോറ്റിയ ഊരാളൻ ആയുള്ള ബുധപുരം ഭക്തദാസ പെരുമാൾ
ക്ഷേത്രം കൊള്ളയടിച്ച് നശിപ്പിച്ചു. തുടർന്ന് മുഗലൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ തീരുമാനിച്ചു. വേണാട്ട് രാജകുടുംബത്തോട് കൂറും ഭക്തിയുമുള്ള മണക്കാട്ടെ പഠാണികളായ മുസ്ലിമുകളാണ് മുഗലിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ഒരിക്കൽ രാമവർമ്മ മഹാരാജാവിന്റെ സീമന്തപുത്രനും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ മുഖ്യ ശത്രുവുമായ പത്മനാഭൻ തമ്പി തന്റെ പടയുമായി തിരുവനന്തപുരത്ത് വന്നു. ശ്രീ വരാഹത്ത് താമസിച്ച അദ്ദേഹം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകളിലെ നിക്ഷേപം കൊള്ളയടിക്കാൻ കിങ്കരന്മാരെ നിയോഗിച്ചു. എന്നാൽ നൂറുകണക്കിന് ദിവ്യനാഗങ്ങൾ പ്രത്യക്ഷപ്പെട്ട് തമ്പിയുടെ കിങ്കരന്മാരെ വിരട്ടിയോടിച്ചു. ഈ സംഭവത്തിൽ നിന്ന് ശ്രീ പത്മനാഭസ്വാമിയുടെ തിരുവുള്ളം എന്തെന്ന് മനസ്സിലാക്കിയ പള്ളിച്ചൽ പിള്ളയും നാട്ടുകാരും പത്മനാഭൻ തമ്പിയുടെ ശ്രമത്തെ ചെറുത്തു തോൽപ്പിച്ചു. 1933 തിരുവനന്തപുരം സന്ദർശിച്ച എമിലി ഗിൽക്രിസ്റ്റ് ഹാച്ച് തന്റെ പുസ്തകത്തിൽ നിലവറകളെ സംബന്ധിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. 1908 നിലവറ തുറക്കാൻ ശ്രമിച്ചവർ മഹാസർപ്പങ്ങളെ കണ്ട് ഭയന്ന് പ്രാണനും കൊണ്ട് ഓടിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള 6 നിലവറകളിൽ അഞ്ചും അമൂല്യ വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമുകളാണ്. എന്നാൽ 6ാമത്തെ നിലവറയായ ബി നിലവറ ഒരു സ്ട്രോങ് റൂം അല്ല, മറിച്ച് അത് ദേവചൈതന്യവുമായി ബന്ധപ്പെട്ട് ഉള്ള പവിത്ര സ്ഥാനമാണെന്ന് വിശ്വസിക്കുന്നു. ഇക്കാരണത്താൽ ബി നിലവറ തുറക്കുന്നത് ദൈവകോപം ഉണ്ടാകുമെന്നും വിപത്തുകൾ ഉണ്ടാകാൻ കാരണമാകുമെന്നും കരുതപ്പെടുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ബി നിലവറ മുനിമാരും സിദ്ധന്മാരും നാഗപാശം എന്ന മന്ത്രം ജപിച്ച് ബന്ധിച്ചതാണെന്നും അത് തുറക്കണമെങ്കിൽ അവരെ പോലെ പുണ്യവാന്മാരായ ആൾക്കാർക്ക് മാത്രമേ കഴിയൂ എന്നും പറയപ്പെടുന്നു. ഗരുഡമന്ത്രം ജപിച്ച് മാത്രമേ ഈ നിലവറയുടെ വാതിൽ തുറക്കാൻ കഴിയൂ. 2 സർപ്പങ്ങളുടെ രൂപം പതിപ്പിച്ച ഈ നിലവറയുടെ വാതിൽ എങ്ങനെ തുറക്കാം എന്നതിനെപ്പറ്റി യാതൊരു അറിവുമില്ല എന്നതും ഒരു പ്രത്യേകതയാണ്. ഈ നിലവറയുടെ മുൻഭാഗത്തുള്ള അറയിൽ വെള്ളിക്കട്ടികളും പാത്രങ്ങളും മറ്റും സൂക്ഷിച്ചിരിക്കുന്നുവെന്നും 1931 ശ്രീ ചിത്തിര തിരുനാൾ ഈ അറ തുറക്കാൻ അനുമതി കൊടുത്തുവെന്നും പറയപ്പെടുന്നു. ഈ അറയ്ക്കുമുള്ളിലാണ് ശരിക്കും ബി നിലവറയുടെ സർപ്പങ്ങളുടെ രൂപം പതിപ്പിച്ച വാതിലുകൾ. 1-2 പ്രാവശ്യം ബി നിലവറ തുറക്കാനുള്ള ശ്രമം ജീവനുള്ള സർപ്പങ്ങൾ തടസ്സപ്പെടുത്തിയതായും പറയുന്നു. ആരോ ഇത് തുറക്കാൻ ശ്രമിച്ചപ്പോൾ അറബിക്കടലിന്റെ ശബ്ദം കേട്ടുവെന്നും ഈ അറ കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും കരുതപ്പെടും. ചിത്തിര തിരുനാളിന്റെ പിൻഗാമിയായിരുന്ന ഉത്രാടം തിരുനാളിന് ബി നിലവറയിൽ എന്താണുള്ളതെന്ന് അറിയാമായിരുന്നുവെന്നും അദ്ദേഹം അത് വെളിപ്പെടുത്താതെ ദിവംഗതനായി എന്നും പറയപ്പെടുന്നു. ഏതായാലും ബി നിലവറയെ പറ്റിയുള്ള നിഗൂഢതകൾ എത്ര നാൾ നിലനിൽക്കും എന്നറിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഈ നിലവറയിൽ എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും കഴിയുമെന്ന് പ്രത്യാശിക്കുക. സുപ്രീം കോടതി അതിനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുക. എന്നാൽ അത്രയും നാൾ അതിൽ നിന്നും ഒന്നും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ടതും നമ്മുടെ ആവശ്യം തന്നെയാണ്. ഈ കഥകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.